not my cup of tea. I never go to Big Boss. ഞാൻ ബിഗ് ബോസ് പോയില്ല, വെറുതെ പോയി ചീത്ത പേരുണ്ടാക്കി എനിക്ക്. If I have to compare it to an international film, I will compare it to a Kill Bill. But the only reason why I got an A certificate is because on the film now clear ഒരേ ഒരു solution. ചോദിച്ചോളൂ. എനിക്ക് ക്ലാസ് ഇത്രയും ഞാനിപ്പോൾ എൻ്റെ ഒരു ബാലു നാരായണൻ, ഷീല എന്ന സിനിമയുടെ റൈറ്റർ ഡയറക്ടർ ഞാനാണ്. ഏകദേശം 10 വർഷത്തോളം എടുത്തിട്ടുണ്ട് ഒരു പ്രൊജക്റ്റിലേക്ക് എത്താനും ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാനും അതിലേക്ക് ഒരു പടം ഡയറക്ഷൻ ചെയ്യാനായിട്ട്. ഏകദേശം 1.5 വർഷത്തോളം വർക്ക് ചെയ്തൊരു പ്രൊജക്റ്റാണത്. ഒത്തിരി സ്ട്രഗിളുകളെല്ലാം നേരിട്ടിട്ടുണ്ട്. ആക്ച്വലി ഫസ്റ്റാണ് സ്റ്റേജിനെ ഫേസ് ചെയ്യുന്നത്. ഇത് വളരെ നല്ല രീതിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രിയലക്ഷ്മി മീഡിയ പ്രൈവറ്റ് എന്നുള്ള ബാനറാണ്. DM പിള്ളൈ സാറാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. ഒത്തിരി കഥകൾ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കഥ പുള്ളിയെ പിക്ക് ചെയ്യും, പിന്നീട് ഉടനെ പ്രൊജക്റ്റിലേക്ക് പോവുകയും ചെയ്യുകയായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് വളരെ ഹാപ്പി മൊമെന്റ് ആണ്. ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്, സംസാരിക്കുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. താങ്ക് യു. നമുക്ക് റിയാസിക്കയുടെ എന്താ ഫീലിംഗ് കൂടെ കേൾക്കാം. ഗുഡ് ഈവനിങ് കൊച്ചി വന്നിട്ട് 6 മാസമായി. സോ വെരി ഹാപ്പി മൂമെന്റ് ഹിയർ. ഷീലാൻ്റെ ട്രെയിലർ ലോഞ്ച് ആൻഡ് ഓഡിയോ നമ്മൾ വിഷ്വൽ കണ്ടു. ബാലു എനിക്ക് കുറേ വർഷം പരിചയമൊന്നുമില്ല, ബട്ട് ബാലു ഇത് എൻ്റെ കൂടെ ഫോളോ അപ്പ് ചെയ്ത് കുറച്ച് മാസങ്ങളായിട്ടുണ്ടായിരുന്നു. പിന്നെ ബാലു ഒരു സമയത്ത് എൻ്റെ സ്ക്രിപ്റ്റ് പറഞ്ഞു. സ്ക്രിപ്റ്റിൽ കുറേ ടേണിംഗ് പോയിന്റ്സ് ഉണ്ടായിരുന്നു ഈ പടത്തിനെ പറ്റി. വെച്ചാൽ ഒരു ചെറിയൊരു ആർഗ്യുമെന്റിൽ കൂടെ സ്റ്റാർട്ട് ചെയ്ത് അത് ഈഗോ ആയിട്ട് അതിൽ കൂടെ വലിയൊരു വാൽക്കണമായി പൊട്ടിത്തെളിക്കുന്ന ഒരു സംഭവമാണ്. ഹോൾ തിങ്സ് ഹാപ്പൻസ് ഇൻ വൺ സിംഗിൾ നൈറ്റ്. സോ ഞാൻ കുറേ പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇതിലും ഞാൻ പോലീസാണ്, പക്ഷെ വില്ലനല്ല, പക്ഷെ വില്ലനാണ്. അത് ഒരു സിറ്റുവേഷൻ അങ്ങനെ ആക്കിയെടുത്തതാണ്. ജസ്റ്റ് നോർമൽ പോലീസ് ഓഫീസർ വീട്ടിൽ നിന്ന് ഒരു ഹലോ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ്. സോ ഒരു ഫോൺ കോൾ വരികയും അവിടെ എത്തിപ്പെടുകയും പിന്നെ അവിടുത്തെ സിറ്റുവേഷൻ ടോട്ടലി എൻറ്റയർ മാറി വേറൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നതാണ്. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഗോസ്. സോ താങ്ക് യു ബാലു ഫോർ ഗിവിംഗ് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി, ഷീല, ആൻഡ് താങ്ക് യു പിള്ള സാർ, വണ്ടർഫുൾ പ്രൊഡ്യൂസർ. പിള്ള സാർ ത്രൂ ഔട്ട് ദ ഫിലിം മേക്കിംഗ് ഉണ്ടായിരുന്നു. പിള്ള സാറിന് 2 മക്കളുണ്ടായിരുന്നു, ഡോട്ടേഴ്സ്, വെരി സ്വീറ്റ് ഡോട്ടേഴ്സ്. അവർ രണ്ടുപേരും എൻറ്റയർ ഫിലിം മേക്കിങ്ങിൽ വെൽ ടേക്കൻ കെയർ ഓഫ് ദ എൻറ്റയർ crew, and wonderful photographer we had, and wonderful cinematography by പുള്ളിയാണ് ഇതിന് DOP ചെയ്തത്. So wonderful work, wonderful background score, and finally coming to Sheila Ragini Dwivedi. She's basically real life a very bold character, so she handled this character very good. So again നമ്മുടെ പിള്ളേരൊക്കെ അവിടെ കൈപൊക്കി സെക്കൻഡ് ഹാർട്സ് അല്ലേ? ഏയ്, സോ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കാൻ കേട്ടോ. ഓക്കെ, 28-ാം തീയതി. ഓക്കെ, സോ ലോട്ട്സ് ഓഫ് ലവ്. പടം വലിയ വിജയമാക്കാം. 28th മറക്കരുത്. ഓക്കെ, താങ്ക് യു. Let's go for Ragini ma'am. So I think you're coming back to this industry after a long gap. So you definitely have something to share with us. So please ma'am. എല്ലാവർക്കും നമസ്കാരം. How sweet, thank you. എനിക്ക് ആക്ച്വലി ரொம்ப happiness இருக்கு that almost after a good 6-7 year period now I'm returning to doing Malayalam films, and with such a special film I could not have been more grateful. Thank you so much to the entire team. First of all, Pillai sir, in the nalla opportunity, in the nalla script, in the nalla film koduthu. Thank you so much. I feel very emotional today because in the film
ரொம்ப பாயிண்ட்ஸ்ல நான் personal journey, நான் personal emotions as a female நான் feel பண்ணிருக்கேன். So after seeing the trailer, I think Balu, we did what we meant to do. And stand up for a minute. So guys, Urvati, please give him a round of applause. The kind of hard work Balu has done in the படத்துல from the beginning, writing இந்த மாதிரி ஒரு script என்னன்னா it's not easy to write, and because there are huge risks to for people to just mistake it or misjudge a subject or a line. ரொம்ப sensitive ஆனா he's written the script, he's written the dialogues, he's written the story and direction level also. He does not speak that much other than I'm speaking on your behalf, and so congratulations Balu. நம்ம என்ன vision பண்ணனோம் அது வந்திருக்கு இப்போ, and I could not have been more proud to be your Sheila. So thank you for that Balu. And இந்த மாதிரி ஒரு challenging script பண்ணனோம் எப்பவுமே. It has to be backed by the right people. It has to be backed by somebody, supported by somebody who believes that the different experiment பண்ணனா எப்பவுமே நல்லா ஆகும். So Pillai sir, thank you so much for believing in Balu, believing in me being Sheila. It means a lot to us. And of course inga journey Sheila ke இந்த மாதிரி ஒரு intense character பண்ணனும்ல, it is really difficult. So I hope that I could do justice to Sheila, and in the cinema release on 28th, so please watch the film in theaters all over Kerala, and give us all your love and support. And of course inga co-stars given me introduction panna need illa. Riyaz has been fantastic. You have been such a huge support, and Mahesh sir has also been a huge support. Our மாதிரி co-actors irukanga எப்பவுமே an actor becomes better to perform. So I have performed the way I am, and I'm looking the way I am is because of them. And thank you for your support. It really means a lot. And sir, please. And of course our star of the night, our cinematographer Arun. He really has. நீங்க என்ன இப்போ ஸ்கிரீன்ல ஒரு ஷாட் பாத்தீங்கன்னா he struggled us a lot. I will not say not, because we have worked very hard amidst 60% has been in the night and in our chilly weather. The journey has not been easy, but thank you for making us look like this. You are so talented. God bless you. It's such an amazing. And guys, I don't want to say too much already now. Rumba pesittu irukka the character bagi, but Sheila has been a very special journey for me, and I'm looking forward to doing many more Malayalam films, the announcements of which will follow soon. But today is about celebrating Sheila, so thank you so much everyone for being here, and all the artists who are not here, all the technicians also. Thank you so much, because all the ADs that were part of the film, technical crew, the cameraman, the music, the editor, every single person, and the location, Miss the Evan. Thank you so much everyone for being a true ninga complete heart in the 100% effort கொடுத்திருக்காங்க, and it's showing on screen. So with all my heart I say thank you so much. അത് നമുക്ക് മഹേഷ് സാറിന്റെ എക്സ്പീരിയൻസ് കൂടെ കേൾക്കാം. സാറിന് ഞങ്ങള് ഒരുപാട് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ കാണുന്നതാണ്. സാറിന്റെ എക്സ്പീരിയൻസ് പ്രായമായതുകൊണ്ടല്ല ഇത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ക്യാമറയുടെ ഒരു ലെവലിലോട്ട് വരാലോ എന്ന് കരുതിയിട്ടാണ്. ഹലോ, സ്നേഹമുള്ളവരെ, ഏതൊരു സിനിമയ്ക്കും ആദ്യം നന്ദി പറയേണ്ടത് നമ്മൾ പറയാറില്ലേ, ചുമരില്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ ഒക്കില്ല. അപ്പൊ നിർമ്മാതാവിനോട് തന്നെയാണ്. കാരണം ഏതൊരു സിനിമയും നിലനിൽക്കേണ്ടത്, മുന്നോട്ട് പോകേണ്ടത് ഒരു നിർമ്മാതാവിൻ്റെ നന്മ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ വരവ്. അതിപ്പം പിള്ളസാറ് മാത്രമല്ല, ഏതൊരു നിർമ്മാതാവും ഏതൊരു സിനിമ എടുക്കുന്നതും നല്ല രീതിയിൽ ആ സിനിമ പോകണം എന്നുള്ള വിശ്വാസത്തിലാണ്. നമ്മളൊക്കെ തന്നെ നിലനിൽക്കുന്നത് അങ്ങനെയുള്ള സിനിമകൾ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നന്ദി പറഞ്ഞത് പിള്ളസാറിനാണ്. പിന്നെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അഭിനയിക്കാനായിട്ട് മുഹൂർത്തങ്ങൾ കിട്ടുക എന്നുള്ളത് അവൻ്റെ ഒരു ആഗ്രഹമായിരിക്കും. ദൈവ സഹായം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ബാലുവിന് ഇതിനകത്തുള്ള
അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ജോനപ്പ് എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ്റെ ക്യാരക്ടർ, അത് എന്നിലെ വിശ്വസിച്ച് തന്നു. താങ്ക് യു ബാലു. അതുകൊണ്ട് തന്നെ അതിനകത്ത് ശരിക്കും അഭിനയ മുഹൂർത്തങ്ങളുണ്ട്, അഭിനയിക്കാനുള്ള ഒരു സംഭവം എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കഥാപാത്രങ്ങൾ തേടി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കഥാപാത്രം ഉണ്ടാക്കി അത് എന്നിൽ വിശ്വസിച്ച് നൽകിയ ബാലുവിനോട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. പിന്നെ റിയാസിന്റെ ആദ്യത്തെ മലയാള സിനിമ തൊട്ടുള്ള ബന്ധമാണ് സുഖം സുഖനുകൊണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ റിയാസിന്റെ വളർച്ച, അതിനോടൊപ്പം ആ വളർച്ച കാണുവാനും, റിയാസ് പിന്നെ പടർന്ന് പന്തലിച്ച് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പം അതില് തുടക്കത്തില് ഒരു ഭാഗമാകാൻ പറ്റിയത് അന്നോട്ട് ഇന്ന് വരെ ആ സ്നേഹം തുടരാൻ സാധിച്ചത് വളരെ ഭാഗ്യമാണ്. പിന്നെ രാഗിണിയുമായിട്ട് ഫേസ് ടു ഫേസിൽ ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ സിനിമയില് ശരിക്കും രാഗിണിയുടെ ആ കഥാപാത്രം രാഗിണി വളരെ ഗംഭീരമായിട്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാൽ പോലും ആ വാക്കുകൾക്ക് അത്ര ശക്തി പോരാൻ തോന്നും. കാരണം നിങ്ങൾക്ക് ഈ സിനിമ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും. വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു നടി എന്നുള്ള നിലയില് ഈ സിനിമ. പ്രത്യേകിച്ചും ഈ കുട്ടിക്കാനം പോലെയുള്ള സ്ഥലത്ത് ഈ ഡിസംബറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പറയാലോ, തണുപ്പ്. ആ തണുപ്പിനെ പിന്നെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും അഭിനയിച്ചെങ്കിലും രാഗിണിക്ക് ഈ പടത്തിൽ കാണുന്നവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ദേഹത്ത് മൊത്തം ചോരയും കാര്യമൊക്കെ എല്ലാം തണുപ്പും. അതായത് രാഗിണി അങ്ങനെയൊന്നും സാധാരണ ഏതെങ്കിലും ഒരു നടി അത്ര എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യമല്ല രാഗിണി ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ജോബ്. അങ്ങനെ വളരെ കഴിവുള്ള ഒരു പറ്റം പുതിയ പുതുമുഖങ്ങളായി വരുന്ന നല്ല ആർട്ടിസ്റ്റുകളോട് ഈ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി. വളരെ സന്തോഷം. പിന്നെ ഒരു കാര്യം, ഈ കാറ്റ് വീഴ്ച വന്ന തെങ്ങുപോലുള്ള ഈ തലമാന്ന് ഒരു തിളമ്പ കേൾക്കാൻ പറ്റും. എനിക്കൊരു ആദ്യമായിട്ട് ഒരുപാട് ആഗ്രഹമായിരുന്നു എനിക്കൊരു വിഗ്ഗൊക്കെ വെച്ച് അഭിനയിക്കുന്നത്. അത് ഈ സിനിമയിൽ പറ്റിയിട്ടുണ്ട്. സാധാരണ വിഗ് വെച്ചാൽ എൻ്റെ ഈ വലിയ തലയായതുകൊണ്ട് വളരെ മോശമാണ്. ഈ മഴയുടെ ഇടിമിന്നലുണ്ടാകുമ്പോൾ കിളുത്ത് വരുന്ന ചില കൂണുകൾ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ, ചെറിയ ഞെട്ടും വലിയ തലയും, അതുപോലത്തെ ഒരു രൂപമാണ് എൻ്റെ. പക്ഷെ എനിക്ക് ഒത്തുവരുന്നൊരു വിഗ് ഈ സിനിമയിൽ കിട്ടി. അതിൽ ഞാൻ ഭയങ്കര ത്രില്ലാണ് കേട്ടോ. എനിക്ക് അതുകൊണ്ട് നിങ്ങളെല്ലാം കൊള്ളില്ല, അത് കൊള്ളാന്നൊക്കെ പറയണം, കാണണം കേട്ടോ. അപ്പൊ എല്ലാരോടും നന്ദി. താങ്ക് യു. നമ്മൾ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. രാഗിണി ബോധപ്പെട്ട് വന്നത് അല്ലേ? ഈ പടത്തിൽ കുറെ ഇന്റൻസ് സീൻ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് രാഗിനിക്കും കുറെ ഇന്റൻസ് സീൻ ഉണ്ട്. അതിൽ ഒരു സീനിൽ ഒരു ഷോട്ടിൽ ഞാൻ രാഗിനിയെ തള്ളണം. അപ്പോൾ നിലത്ത് വീണിട്ട് രാഗിനി എണീറ്റ് വരണം. പക്ഷേ ഈ കുട്ടിക്കാലത്ത് ഐസ് പോലെ ഫ്രോസൺ ആയിരുന്നു. ഞാൻ തള്ളണം, രാഗിനി വീണു, ബോധപ്പെട്ടു പോയി. ഒന്നല്ലെങ്കിൽ കൈ വളർച്ചയ്ക്കുന്നു, ഇതിനെ ബോധപ്പെട്ടപ്പോൾ ഈ വീണ്ടും കറന്നു തുടങ്ങി. എനിക്ക് പിന്നെ ഒരിക്കലും എഴുന്നേക്കുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ ഞാൻ കണ്ണി കൂടെ അതൊക്കെ കണ്ണീര് വരുന്നു. അപ്പം ഇനിയും പേടിച്ച്. പക്ഷേ രാഗിനി വീണ്ടും അത് റിക്കവറായി വന്ന് 1 അവറിന് ശേഷം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഷൂട്ടിങ് പാക്കപ്പായി പോയേനെ. രാഗിനി വീണ്ടും 1 അവർ കഴിഞ്ഞ് വീണ്ടും ആ സീൻ തീർത്തിട്ട് കാലത്ത് 6 മണിക്കാണ് പോയത്. സോ ഹാറ്റ്സ് ഓഫ് ഓൾ ദ പീപ്പിൾ. ആക്ഷൻ സീൻ ഞങ്ങൾ പറഞ്ഞില്ല, ആ സിനിമയിൽ കാണണം. ഓക്കെ, അടുത്ത നമുക്ക് പിള്ളേ സാറിന്റെ ഒരു ഫീലിംഗ്സും കൂടെ അറിയാം. സർ പ്ലീസ്. ഗുഡ് ഈവനിങ് കൊച്ചി, ഗുഡ് ഈവനിങ് കേരള. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നു 28-ാം തീയതി. എല്ലാവരും പങ്കെടുക്കുക. ഈ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ച കുറേ ആൾക്കാരുണ്ട്, കുറെ വില്ലന്മാരുണ്ട്, കുറെ വൃത്തികെട്ടവന്മാരുണ്ട്. എന്റെ മുട്ടാച്ചിങ്ങനെ പിന്നെ ഇർഫാൻ എന്താണ് കുട്ടാച്ചി, നീ സ്ലിമായി പോവാണല്ലോ. ഇവന്റെ നേതൃത്വത്തിലാണ് ഈ കന്നഡയിൽ വന്ന ഒരു പെണ്ണിനെ ഹറാസ് ചെയ്ത്. ഇവന്റെ നേതൃത്വത്തില് ഉമ്മാരെല്ലാം വൃത്തികെട്ടവന്മാരാ. സാറിന് ഡയലോഗ് എന്ന് പറഞ്ഞു വൃത്തികെട്ടവന്മാര്. എന്താണ് ഈ പെണ്ണിനെ ഇതിനു മുമ്പത്തെ എത്ര ചെയ്തത്? ഞങ്ങളൊരു പാവങ്ങള് എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ആരും വില്ലന്മാരല്ല, സാഹചര്യം എല്ലാവരും വില്ലന്മാരാകും. അല്ലാതെ
അല്ല ഇവരെ ബാക്കി നിങ്ങൾ കാണും. ഇവരെ കണ്ട പക്ക വില്ലന്മാരാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. രൂപമുള്ള പാവങ്ങളാണ്. I told Ravani also, don't sit beside him. He has done so much cruel to this girl. I felt very bad. നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. So I saw the shooting scene also. I felt very bad. In between 2-3 times, midnight I went out because so much he is torturing, and he is the leader. ഉള്ളത് വേഗം മാറ്റി ഞാൻ ഉള്ളത് വേഗം മാറ്റി ഞാൻ Anyway, producer is the leader behind the curtain. He has to be behind the curtain only. He should not come in front of the curtain. So still, since they told me something, പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കാമെന്ന് വിചാരിച്ചു. നിന്നുകൊണ്ട് എന്തുകൊണ്ട് സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിൽക്കുന്ന ആളുടെ തല ക്യാമറയ്ക്കകത്ത് കിട്ടത്തില്ല, ഇരിക്കുന്ന ആൾക്കാരുടെ ക്യാമറ എടുത്തുള്ളൂ. അവരുടെ മുഖമാണ് നിങ്ങൾക്കെല്ലാം കാണേണ്ടത്. അവരെ കാണുക. പിന്നെ ഈ വൃത്തികെട്ടവന്മാരെയൊന്നും പരിചയപ്പെടുത്തിയിരിക്കുന്നു. എന്റെ എക്സ്പീരിയൻസ്, ബാലു ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ബാലുവിന്റെ കയ്യിൽ എനിക്ക് തോന്നുന്ന ഒരു അലമാരി നിറച്ച് എന്താ പറയാ സ്ക്രിപ്റ്റുള്ള ഒരു മനുഷ്യൻ, സമ്പാദ്യമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നെ എടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഷീല എന്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തമാകുന്നു മറ്റു സിനിമകളിൽ നിന്നുള്ളത് എന്തായാലും പറഞ്ഞു കഴിഞ്ഞു. അപ്പോ എനിക്ക് എന്താ വെച്ചാൽ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ ക്യാരക്ടറാണ്. നമ്മുടെ കേരളമല്ല, സൗത്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവനാണെങ്കിലും ഓട്ടോറിക്ഷക്കാർ എന്ന് പറയുന്ന ഒരു കോമൺ മാൻ എന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ അതില് നല്ലൊരു വൃത്തികെട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പിള്ളസാറ് പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ ചില മനുഷ്യർ വൃത്തികെട്ടവരാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും അല്ലാതെ ചില സാഹചര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഈ സിനിമയെ കണ്ടാൽ മതി. എന്തായാലും ഈ സിനിമയിൽ എന്താ പറയുക നല്ലൊരു കഥാപാത്രം തന്ന ബാലുവിനും അതുപോലെ പ്രൊഡ്യൂസർക്കും അതുപോലെ നമ്മളെ അത്രയും ദിവസം സഹിച്ച ഷീലയ്ക്കും അതുപോലെ തന്നെ റിയാസ്ക്ക് എനിക്ക് കൊച്ചി രാജാവിൽ ഞങ്ങൾ ഒരുമിച്ച് അന്ന് അദ്ദേഹത്തിന് റൈറ്റ് ഹാൻഡായിട്ട് ഞാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധം കൂടെ ഉണ്ട്. ഇപ്പൊ എങ്ങനെ വീണ്ടും ഒരു സിനിമ ചെയ്യാൻ പറ്റി, സന്തോഷം. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നടക്കാം. നമുക്ക് അരുൺ ചേട്ടനെയും കൂടെ സംസാരിക്കാം. ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയും, വലിയ സന്തോഷം. പിന്നെ ഇതിന് ഡയറക്ടർ ബാലു, പിള്ള സാർ, എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. വർക്കിൽ മാത്രമേ ഇവിടെ സംസാരിക്കുള്ളൂ. കുറെ നല്ല എക്സ്പീരിയൻസ് കേട്ടോ, എല്ലാവരുടെയും ഫീലിങ്സും അവരുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. We have been into this Netflix and Amazon Prime and all. അതുകൊണ്ട് we have been seeing so many invasion thrillers like Purge, I Spit on Your Grave, Get Out. അതേമാതിരി நிறைய ഇൻവേഷൻ, ഹോം ഇൻവേഷൻ പടങ്ങൾ ഞങ്ങൾ பார்த்துருக்கோம். ഷീല അത് அந்த ஜானர்ல படுமா, அது இன்டர்நேஷனல் குவாலிட்டியில் இருக்குமா, எதை எக்ஸ்பெக்ட் பண்ணுவோம்? If I have to compare it to an international film, I will compare it to a Kill Bill. Not I Spit on Your Grave, none of the films. Because genre same in Anna, the storytelling is very different. Like I always say, the most important part of a film is the way you say a story. So storytelling irukangala adu and the emotional journey and the revenge and the intensity Kill Bill madri irukku. So that is, if I have to really compare, I never compare one film to another, but that is something that I would say it would be on that making. The level of the film is on that level, and the intensity, the emotions and the madri irukku. ഒരു മലയാള സിനിമയിൽ ഒരു സമയത്ത് സ്ഥിരം വില്ലനായിരുന്നു. ഇപ്പൊ കുറഞ്ഞു സിനിമയിൽ ഇപ്പൊ ചേട്ടൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ അവസരങ്ങൾ കിട്ടുന്നില്ല. അതൊരു ശരിക്കും ഒരു ഉണ്ടോ? ഒരു സമയത്ത് തന്നെ മലയാള സിനിമ നോക്കുമ്പോൾ ചേട്ടനായിരുന്നു ഒരു വില്ലൻ മലയാളികളുടെ വരുന്ന ഒരു മുഖമായിരുന്നു ചേട്ടന്റെ. ശരിക്കും അങ്ങനൊരു ആരും നോക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ആരും നോക്കുന്നില്ല എന്നുള്ളതല്ല, ആരും എന്നെ വിളിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. അതായത് വളരെ അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഇടയ്ക്ക് ഞാൻ എടുത്ത ഒരു ബ്രേക്ക്, സിനിമയിൽ നിന്നെടുത്ത ബ്രേക്കും അതിന് ഒരു പരിധിവരെ മുഖ്യ കാരണമാണ്. കാരണം വിദേശത്ത് പോയി, അതിനും പല കാരണങ്ങളുണ്ട്, പോകാനായിട്ടൊക്കെ കാരണമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പോയിട്ട് വന്നപ്പോഴേക്കും എൻ്റെ രൂപം മൊത്തം മാറി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോകുന്നതിന് മുമ്പുള്ള മഹേഷില്ല. ഇപ്പൊ ഞാൻ ഈ പണ്ട് മുദ്രയിലും മൃഗയിലൊക്കെ അഭിനയിച്ചിരുന്ന മഹേഷാണ് ഈ മഹേഷ് എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കുക പോലും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നടനുള്ളത് പുതിയ തലമുറയ്ക്ക് പലർക്കും അറിയത്തുമില്ല. അപ്പം എന്തായാലും ഈ സിനിമ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പല സിനിമകൾ വഴി എനിക്ക് രണ്ടാമത് ഒരു സജീവമാകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം
ഇപ്പൊ പഴയതുപോലെ കുറച്ച് സിനിമകൾ എന്നെ തേടി വരുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. യെസ്, വീണ്ടും വീണ്ടും പോലീസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരി. അപ്പോ മാറ്റം കൂടുതൽ അങ്ങനെ ആഗ്രഹിക്കാറുണ്ടോ, അതോ ചെയ്യുന്ന റോളുകളിൽ മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമമാണോ? വീണ്ടും വീണ്ടും പോലീസിന് പ്രശ്നമില്ല. ആ പോലീസ് സ്ക്രിപ്റ്റിൽ എന്ത് ചെയ്യുന്നതാണ് പ്രശ്നം. ഓക്കെ, സോ ഒരു സ്ക്രിപ്റ്റിൽ ആ പോലീസാണ് പ്രധാന വേഷമെങ്കിൽ, ക്യാരക്ടറെങ്കിൽ അതാണ് ചെയ്യുന്നത്. അല്ലാതെ റിപ്പീറ്റഡ് ആയിട്ട് പോലീസ് അല്ല വരുന്നത്. പിന്നെ എനിക്ക് മിക്കവാറും കിട്ടിയിരിക്കുന്ന സൂപ്പർ ഹിറ്റ് ഫിലിംസിലെല്ലാം ഞാൻ പോലീസാണ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ഇപ്പോഴും സൂപ്പർ ഹിറ്റ് ആവട്ടെ, ഞാൻ പോലീസ് ആയിരിക്കുന്നു. ഓക്കെ, അങ്ങനെ പോകാം. സിനിമ വോയിസ് ഓഫ് സത്യാവിന്റെ കൂടെയാണ് ക്ലാഷ് റിലീസ്. ദിലീപേട്ടനായിട്ട് ഇനിയും രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ ആവട്ടെ. ഓക്കെ, രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ കോമ്പറ്റീഷൻ ആവട്ടെ. ഞാൻ പിന്നീട് തമിഴ് ചിത്രങ്ങളാണ് പിന്നെ സംവിധാനം ചെയ്ത സിനിമകൾ. കാരണം മലയാള സിനിമയില് കലണ്ടർ ഡയറക്ട് ചെയ്തതിനു ശേഷം ഉടനെ തന്നെ ഒരു സിനിമ ഓൾമോസ്റ്റ് എല്ലാം ആയതാണ്, മേനക ടാക്സ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് അവസാന നിമിഷം നടക്കാതെ പോയി. പക്ഷെ അത് ഇവിടെ മലയാള സിനിമയില്, ഞാൻ തമിഴ് സിനിമ ചെയ്യാൻ പിന്നെ എളുപ്പമാണെന്ന് പറയാൻ കാര്യം, മലയാള സിനിമയില് ഒരു നടന്റെ ഡേറ്റിന് വേണ്ടി ആ സമയത്ത് ഞാൻ ഒരു കാരവാന്റെ ഒക്കെ മുന്നിൽ പോയി ഒരുപാട് നേരം കാത്തിരുന്നു. ഒരു നടന്നുള്ള നിലയിൽ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു നടന്റെ ഡേറ്റിന് വേണ്ടി മലയാള സിനിമയിലെ തന്നെ നടന്മാരുടെ മുന്നിൽ പോയി കാത്തു നിൽക്കുക എന്നുള്ളത്. അത് പക്ഷെ ഇന്നും എനിക്കുണ്ടോന്ന് അറിയില്ല. അന്ന് അത് മലയാള സിനിമയില് ഞാൻ ഈ പറഞ്ഞ 2010 കാലഘട്ടത്തിലാണ് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നി. തമിഴ് ഇത്രയും പ്രശ്നമില്ല, നല്ലൊരു കഥയാണ്, നിങ്ങളിലെ കാലിബർ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ സിനിമ സാധ്യമാകും. പ്രത്യേകിച്ചും ഈ വെള്ളിയാട്ടവിടെ കൊണ്ടുള്ള സിനിമയുടെ വിജയത്തിന് ശേഷം ഈ കോസ്റ്റ് 2 കോടിയിൽ താഴെ നിൽക്കുന്ന സിനിമകളാണെങ്കിൽ അത് നിർമ്മിക്കാനും പ്രൊഡ്യൂസേഴ്സ് വരും. നമുക്കത് അവരുടെ ചില ഇതുണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ചാൽ നമുക്ക് ആ സിനിമ ചെയ്യാൻ സുഖമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തമിഴ് സിനിമകളിലോട്ട് പോയി. നമുക്ക് ഇതല്ലാണ്ട് വേറെ ജോലി അറിയുകയില്ല. അപ്പം അത് കുറച്ചും കൂടെ നല്ല സുഖമായിട്ടുള്ള ഒരു മേഖലയിൽ ചെയ്യാൻ പറ്റിയതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. മലയാള സിനിമ ആഗ്രഹിക്കാഞ്ഞിട്ടല്ല. നമ്മൾ അതേപോലെ തന്നെ ഡേറ്റുകൾ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഇപ്പോൾ മുൻനിരയിലുള്ള ഏതെങ്കിലും താരങ്ങളായിരുന്നു ഒന്ന് ഇപ്പോഴത്തെ മുൻനിരയില് ഇപ്പൊ സജീവമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് അറിയില്ല. പക്ഷെ അന്ന് അത് സജീവമായിട്ട് നിൽക്കുന്ന ഒരാള് തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് പുറകെ നടന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആ സെറ്റുവാ ഈ സെറ്റുവാ ഈ നോക്കൂ, ഞാന് സജീവമായിട്ട് മലയാള സിനിമ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പേര് പറയാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ആരെയും അധിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അങ്ങനെ നടത്തിയിട്ടും അതിന്റെ ഗുണമുണ്ടായിരുന്നെങ്കിൽ, അതിന് റിസൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. അതും ഉണ്ടായില്ല. അതാണ് നല്ല നിർമ്മാതാവായിരുന്നു അരുൺ ഘോഷ് എന്ന് പറയുന്ന നല്ല വെള്ളരി പ്രാവിന്റെ ചങ്ങലൊക്കെ എടുത്ത പ്രൊഡ്യൂസറായിരുന്നു. പക്ഷെ അദ്ദേഹം അവസാന നിമിഷമാണ് ആദ്യം നിന്ന് മാറിയത് പ്രോജക്റ്റിൽ നിന്ന്. ഇനഫ് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും സമയം തരാതെ. അപ്പൊ അങ്ങനെ ഞാൻ മലയാളം വിട്ടു പോയതാണ്. ഇപ്പൊ ഒരു മലയാള സിനിമ ചെയ്യാനായിട്ടുള്ള അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ എനിക്കത് ആ ഒരു സംഭവം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ശരിക്കും മലയാള ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു എന്താ പറയാ, സ്വന്തം നാട്ടിൽ സ്വന്തം പണം ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു ആഗ്രഹമാണല്ലോ. പക്ഷെ അതുപോലും കിട്ടുന്നില്ലാതെ മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോയി ആശ്രയിക്കാൻ പറയുന്നത് അവര് കൂടുതൽ നമ്മളെ അവര് പറയുന്നത് മലയാള സിനിമകൾ ഏറ്റവും ബെറ്റർ ആണ്, കണ്ടന്റ് ഓറിയന്റഡ് ആണ്, അവര് നമ്മളെ കുറെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണോ അവരെ തന്നെ ഡിപെൻഡ് ചെയ്യാനായിട്ടൊരു കാരണം? എനിക്ക് അങ്ങനെ പച്ച അത് ഇവിടെ നോക്കി പണം വന്നിട്ട് തോന്നും, അവിടെ നോക്കി ഇവിടെ നന്നായിട്ട് തോന്നും. അങ്ങനെയൊക്കെയാണ്, അത്രേ ഉള്ളൂ. അല്ല എനിക്ക്, പക്ഷെ ഞാൻ അവിടെ പോയി ചെയ്യാൻ കാര്യം എനിക്ക് അവിടെയാണ് അവസരം കിട്ടിയത്. ഇപ്പൊ എന്റെ ഒരു സബ്ജക്ട് അവിടുത്തെ ഒരു നടൻ അത് കേൾക്കുകയും അത് ചെയ്യാന്ന് പറയുകയും അത് നിർമ്മിക്കാനായിട്ട് ഒരു നിർമ്മാതാവ് വരികയും, ഇത് ഒരുപാട് ഘടകങ്ങളാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം ഒത്തുവന്നത് എനിക്ക് അവിടെയായിരുന്നു. ഇവിടെ എനിക്ക് വീണ്ടും എന്റെ ഒരു ജീവിതം ഇനിയിപ്പോ എനിക്ക് എത്ര ജീവിതം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഉള്ള ജീവിതം എന്തായാലും കാരവാന്റെ മുന്നിൽ തലയും ചൊറിഞ്ഞ് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞ് എല്ലാം ശരിയായി വരുന്നുണ്ട്. അപ്പം
ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈ വർഷം നടക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോ തമിഴ്നാട്ടില് ഫിലിം ചാമ്പറും അതുപോലെ ഫിലിം പ്രൊഡ്യൂസേഴ്സും താരങ്ങളുടെ സംഘടനയൊക്കെ ഒരു സർക്കുലർ പോലെ ഇറക്കിയെന്ന് കേൾക്കുന്നുണ്ട്. അതായത് അവിടുത്തെ നേറ്റിവിറ്റി തമിഴിലെ ആ താരങ്ങൾ മാത്രം തമിഴിൽ അഭിനയിച്ചാൽ മതി, മലയാളത്തിൽ പാതിലും മറ്റൊരുപാട് താരങ്ങൾ അവിടെ അഭിനയിക്കുന്നുണ്ട്, അത് വേണ്ട തമിഴിലെ താരങ്ങൾ മതി എന്ന് പറഞ്ഞൊരു പ്രസ് റിലീസ് പോലെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അങ്ങനെ ഒരു അറിയിപ്പ്. അപ്പൊ റിയസ്ക മലയാളിയാണ്, രാഗിനി മധ്യപ്രദേശുകാരിയാണ്. നിങ്ങളുടെ സിനിമാ ജീവിതത്തെ ഇങ്ങനെയുള്ള നേറ്റിവിറ്റി പ്രശ്നങ്ങൾ ബാധിക്കുമോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ മലയാളിയാണ്, പഠിച്ചു വളർന്ന തമിഴ്നാട്ടിലാണ്, കല്യാണം കഴിച്ച പെണ്ണ് തമിഴാണ്. ഇപ്പോൾ ഞാൻ മുസ്ലിമാണ്, വൈഫ് ഹിന്ദു ആണ്, ബ്രാഹ്മണാണ്. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറ, എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പറയാം. ഇപ്പൊ ഞാൻ വൈഫിനെ വിട്ട് ഇവിടെ വന്ന് നിൽക്കണോ, വൈഫ് തമിഴ്നാട്ടിൽ നിന്നാൽ മതിയോ? അതൊന്നും നടക്കത്ത കാര്യമാണ്. ആക്ടേഴ്സിനെ ഏത് തമിഴ് സിനിമ തമിഴിന് മാത്രം കണ്ടാൽ മതി എന്നൊരു ഒരു തീരുമാനം വന്നാൽ ഒരിക്കലും അത് പ്രാവർത്തികമാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മള് ഇപ്പൊ അവര് തമിഴില് ഒരു പ്രഭു സാറ് ഒരു സിനിമയില് കാലാപ്പാൻ കണ്ടത് മുതലേ ഇന്ത്യൻ ആവടാന്ന് പറയുന്നു ഇല്ലേ? അപ്പൊ നമ്മളെല്ലാം ഇന്ത്യക്കാർ. ഇതിനകത്ത് സംസ്ഥാനം അല്ലെങ്കിൽ ഭാഷ തിരിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രോജക്റ്റ് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എത്രയോ നല്ല, ഇപ്പൊ മമ്മൂക്ക തന്നെ എത്രയോ നല്ല തമിഴ് സിനിമ, തെലുങ്ക് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രാഗിണി കന്നഡ, ഇപ്പൊ മലയാളത്തിലുള്ളവരെ മാത്രം, മലയാളത്തിൽ എന്ന് പറഞ്ഞാല് രാഗിണിയെ പോലെ ഒരു നല്ല നടിയെ നമുക്ക് ഇവിടെ മലയാളത്തിൽ ചെയ്യാൻ സാധിക്കും. കമലഹാസന്റെ തുടക്കകാലം തന്നെ മലയാളത്തിലല്ലേ? കമലഹാസന്റെ തുടക്കകാലം മൊത്തം മലയാളത്തിലല്ലേ? പിന്നെ മലയാളത്തിൽ ഇപ്പം തമിഴരാണെങ്കിലും ഏത് ലാംഗ്വേജുള്ളവരാണെങ്കിലും മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാള സിനിമയുടെ കണ്ടന്റിനെ പറ്റി എല്ലാവരും നല്ല അഭിപ്രായം, നടന്മാരെ പറ്റി നല്ല അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അങ്ങനെ ഭാഷ ഇല്ലെന്നുള്ളതാണ്. ശരിക്കും സിനിമയ്ക്ക് ഭാഷയില്ല എന്നുള്ളത് തന്നെയാണ്. പറയുമ്പോൾ ഒരു ഭാഷയൊക്കെ ഉണ്ടാവും, പക്ഷെ സിനിമയ്ക്ക് ശരിക്കും ഭാഷയില്ലെന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടി അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സ്വകാര്യമായ ഒരു അവരുടെ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി മാത്രമായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഈ പടം എന്ത് ചെയ്യും? ജയിലർ എന്ത് ചെയ്യും? രജനീകാന്ത് പടം, മോഹൻലാൽ സാറുണ്ടോ, രജനി സാറുണ്ടോ, വേറെ കുറെ ആക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടോ? പിന്നെ ലീവ് എന്ത് ചെയ്യും? ഇപ്പൊ സഞ്ജയ് ദത്ത് ഉണ്ടോ? We are one big film industry, one big family. Okay, we are Indian film actors. അത്തത്തിന്റെ സർക്കുലേഷൻ വന്നോന്ന് എനിക്കട്ടെ, എന്തായിരിക്കും ആക്ടേഴ്സ് എന്ന നിലയിൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? ഞാനെല്ലാം പറഞ്ഞില്ല അഭിനയിക്കും. ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ട്, രാഗിണി IPS വന്നിട്ട്. അപ്പൊ അതിൽ തന്നെ ബോഡി ഡബിൾ സ്റ്റൺസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി മൊത്തം അത് മെയിൽ ഓറിയന്റഡ് ആയിട്ടാണ് വലിയ ഹിറ്റുകളൊക്കെ ഈ അടുത്തുണ്ടായിട്ടുള്ളത്. ഇപ്പൊ KGF ആയാലും ശരി, നമുക്കൊരു ഫീമെയിലിനെ ലീഡ് ആക്കി വെച്ചുകൊണ്ട് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടം ഇപ്പൊ ടോം റൈഡർ ഒക്കെ പോലെ സാധ്യമാണ്. Of course, why not? രാഗിണിക്ക് സാധ്യമാണ്. Of course, yes. And I think I can do it better than her. See, but I think that both male-centric, female-centric, more than that, the script and the subject is always a king, and I feel like women are challenging themselves in roles as actors. The first initial days, it was only or nalla commercial film player doing 4-5 songs and over 10 scenes at Namlana. Adukapra the roles became stronger, the value became better, the market became better. Adukapra actresses started doing different kinds of roles like Tom Raider, have you seen Vijay Shanti ma'am's and Malashri ma'am's films? So they are not no less than a Lara Croft and Angelina Jolie, right? So I think that and superheroes and action heroes started from the Indian culture only. So it all got inspired from here. And Nikki, rumba happiness, thank you for comparing me to such big action actors. But I think I can and I'll work hard every day to do better and better myself actually instead of being compared to anybody. But 100% scope irke. And see, I don't know or a Friday other fixed panel. It is not going to make my future or make my fate. But if it's accepted really well, Roman if it's not accepted as much as I think that it should be and it will be, then I'll try harder. Out of that, and it's always just about trying. It's never about winning or losing. So 100% in the film level or next level action irke, and with the pioneers sitting right here beside me, so it will set a bar for sure.
ഇപ്പം മണിപ്പൂരിൽ ഒരു ഇഷ്യൂ ന്യൂസിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വലിയ അതിക്രമമാണ് ഇപ്പോഴും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മൂവിയും ഒരു വിമൻ അറ്റാക്കിനെതിരെ സംസാരിക്കുന്ന ഒരു മൂവിയാണ്. സോ പടത്തില് മാത്രമാണ് സ്ത്രീകൾ എപ്പോഴും ഫൈറ്റേഴ്സും സർവൈവേഴ്സും ആയിട്ട് കാണുന്നുള്ളൂ. സോ നമ്മുടെ ഇന്ത്യ ആ രീതിയിൽ വുമൺ സേഫ്റ്റി രീതിയിൽ എപ്പോഴും പിറകോട്ട് പോകുന്നത് എന്താണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്? Unfortunately, unnume harder punishment illa. That is the thing. If I am 100% able to understand the question that you asked me, my answer would be that now nariya pesittu irukken in the ellame topics patti and all these situations. Neenga ipo mention pannirukanga about 2 instances that have recently happened. Very unfortunate, but ipo and instances bagi theriyungalukku ingalukku because of the news la vandirukku after such a long time. But ipo every day things like these are happening right next to you, right next to me. It's not or a state matter illa or a language culture matter illa. It's about women's safety all across the nation. Like last time in the press conference also I told you that in the script play only the family of the girl is half from Karnataka and half from Kerala, and that is why the story is of the journey of Sheila. But in the problem in the situation over state matramilla, it is a universal issue that எல்லாரும் எப்போவுமே எந்த வேணும் அந்த மாதிரி பேசலாம், அதை பத்தி ஒப்பீனியன் கொடுக்கலாம். பட் நோபடி இஸ் கிவிங் அ சொல்யூஷன். அது சொல்யூஷன் என்ன? இப்போ நீங்க ஒப்பீனியன் கொடுங்க, நீங்க அதை பத்தி பேசுங்க, ட்வீட் பண்ணுங்க, சோஷியல் மீடியால பேசுங்க. அது that is great because only when somebody raises a voice we know what is happening in our country. But what about the things that are happening right next to us every day, like domestic violence, like corporate violence, like child rapes, like abuses, like physical abuse, like brutality. It's other every day nadirukanga and adar patti yarume pesala. So even if somebody is talking about it is good, but I think it's high time that we really found a solution and did something about it or said something about it. Namma country la we really need stronger punishments and stronger what would you say, like I think stronger punishments is the right word for it, and quicker actions and stronger actions, because when the rendu times in the aachana it will set out an example for the rest of the people. Namakku in the society level where we have everything namakkunjika baya venu in the system of law, in the system of in like various countries, like even if you commit the smallest of crime ellarkum baya irukku that okay na iduna pannana idu aavum, and it happens. So we have to set an example. Exactly, and I think it's a great thing. I think over 4-5 years when I did Ragni IPS, on the film we spoke only about the only reason I got an A certificate for my film, that was my first action film. But the only reason why I got an A certificate is because on the film now clear or solution patti pesittirukanga. Enna whoever commits the crime of rape, their nerve should be cut off immediately. And it was adu or point of view la na pesittu, my director wanted to convey that point, and I was wanting to talk about it. Adu controversy aachi adu idellame. So I think if there is a gruesome crime, there should be a gruesome punishment too. And till the time there is no punishment, we'll still be just talking about crimes being happening. So I think it should immediately happen, like death penalties or any sort of this medical immediate treatment that should be, they should be caught and be treated immediately. Brutality is not okay. We live in a very democratic society and all of us have the rights to live equally. So Ragni, there's a very big update that you are part of pan-Indian action spectacle which is produced by Balaji Films, and it stars our own Mohanlal, and its film is called Rishabha. Can you share any kind of updates on that? yes, I am officially playing the main lead in Rishabha with Mohanlal. So how is it? What are your expectations working with him after Kandahar? I still have not joined him, so if you leave me in time, then I can catch a flight and join him for shooting tomorrow. Now, as much as I love
for the media to be so encouraging. I think you guys are one of the best media that I have seen because this is the most interactive. So yes, other experience the next time to share Pandre, I'll be here for the release. And I'm looking forward to shooting with him after so many years, and it's amazing to be working with him. And Rishabha is huge. It's a beautiful film. Adilendra nalla romma nalla artist irukku, story romma nalla irukku. It's a pan-India magnum opus film, and I'm very happy to be a part. I'm happy to be playing the main lead with Mohanlal sir. Thank you. മകൻ തമിഴ് ബിഗ് ബോസിൽ പോയിട്ടുണ്ട്. ഓക്കെ, മലയാളം ബിഗ് ബോസിൽ അങ്ങനെ കോൾ വന്നാൽ കോള് വന്നിട്ടില്ല. വന്നാൽ പിന്നെ മോൻ ഡിസിഷൻ ആണ് പോണോ വേണ്ടോ. അല്ലല്ല റിയാസ് പോകുന്നത് എന്നോടോ ഐ നോ ഗോ ടു ബിഗ് ബോസ്. ഞാൻ ബിഗ് ബോസിൽ പോയില്ല, വെറുതെ പോയി ചീത്ത പേരിട്ടാ എനിക്ക്. എപ്പോഴും അതില്ല വരുന്നത്. ദേ ലൈക്ക് ടു ബി നൈറ്റ്. ഓക്കെ, പോയി ഒരു നമ്മളെ കൊണ്ട് ഒരു സാധനം ചെയ്യിപ്പിച്ചെടുത്ത് അതുപോലെ ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. Any last question? എനിക്ക് റിയാസിക്കാൻ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. എങ്ങനെയാണ് ഇങ്ങനെ യങ് ആയിട്ടിരിക്കുന്നത്? എനിക്ക് ഗ്ലാമർ ഇത്രയും ചോദ്യമാണത്. ഞാനെപ്പോഴും സന്തോഷമാണ്, വെരി ഹാപ്പി. സോ ഹാപ്പി ആയിട്ടിരുന്ന ഇതുപോലെ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അല്ല, ഹാപ്പി ആയിട്ട് ജിമ്മിലൂടെ പോകണം. ഹാപ്പി ആയിട്ട് കാര്യം. വെച്ചാൽ ഇത് ക്വസ്റ്റ്യൻ ആൻസർ കുറേ ഉണ്ട്. 32 വർഷം ആൻസർ പറഞ്ഞു തരാം, അതുകൊണ്ട് എത്ര ഉള്ളൂ. എനിവേ, അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ഓക്കെ, എന്തായാലും നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ് ഈ ഒരു ഇവന്റ്.